ആ തൊഴിലവസരം പഠിക്കുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ്? നമ്മുടെ സൈറ്റിൽ തന്നെ വിവിധ കോഴ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ കോഴ്സ് ഏതൊക്കെ കോളേജുകൾ നടത്തുന്നു, ഏതൊക്കെ സ്ഥാപനങ്ങൾ നടത്തുന്നു, എപ്പോഴാണ് അതിന് അഡ്മിഷൻ തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ കോഴ്സുകളായി ഇനി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ കിട്ടാൻ എന്താണ് പ്രൊസീജിയർ? അവിടെ എല്ലാ എൻട്രൻസുകളുണ്ട്. എൻട്രൻസ് എക്സാമിനേഷൻ വിജയിക്കണമെങ്കിൽ എന്ത് വേണം? സ്വാഭാവികമായിട്ട് നിരന്തരമായ പ്രാക്ടീസ് വേണം. അപ്പോൾ നിരന്തരമായ പ്രാക്ടീസ് വഴി മാത്രമേ ആ എൻട്രൻസിൻ്റെ ശൈലിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്താലേ ഇവർക്ക് അഡ്മിഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഈ കോഴ്സുകളെ ജോലിയെക്കുറിച്ച് അറിയത്തില്ല, കോഴ്സുകളെക്കുറിച്ച് അറിയത്തില്ല, പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ച് അറിയത്തില്ല. ഇത് മൂന്നും അറിയാവുന്ന ആളുകൾ ഈ ഇന്ത്യൻ സമൂഹത്തിലുണ്ട്. അവരെയാണ് ഹാവ്സ് എന്ന് പറയാം. അപ്പോൾ ഹാവ്സും ഹാവ് നോട്ട്സും ഉണ്ട്, ഉള്ളവനും ഇല്ലാത്തവനുണ്ട്. ഉള്ളവനെന്ന് പറഞ്ഞാൽ അറിവുള്ളവനാണ്, പണമുള്ളവൻ്റെ കേസല്ല, അറിവുള്ളവൻ അത് ഷെയർ ചെയ്യാതിരിക്കുന്നതാണ് നമ്മുടെ സമൂഹം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. സ്മാർട്ട് ഇന്ത്യയുടെ ലക്ഷ്യം, ഭാരത് സേവക് സമാജിൻ്റെ ലക്ഷ്യം ഇതാണ്: അറിവ് ജനങ്ങളിലേക്ക് തുറന്നു കൊടുക്കുക. അതിനാണ് ICT സെൻറ്റേഴ്സ്. ഈ ICT സെൻറ്റേഴ്സ് വഴി ലോകത്തെമ്പാടുമുള്ള ഓപ്പർച്യൂണിറ്റീസ് ജനങ്ങളെ അറിയിക്കുക. ആ ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്നതിന് ഏത് പഠനാവസരങ്ങളാണ് വേണ്ടതെന്ന് അവരെ ധരിപ്പിക്കുക. ആ പഠനാവസരങ്ങളിലേക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള പ്രാക്ടീസ് സംവിധാനങ്ങൾക്ക് അവസരമുണ്ടാക്കുക. അതിനുശേഷം പഠനാവസരങ്ങൾക്ക് ശേഷം പഠിക്കുന്ന സമയത്ത് നിരന്തരമായി ഇവാലുവേഷൻ നടത്തി തൻ്റെ പഠനത്തെ പെർഫെക്റ്റ് ആക്കാൻ കുട്ടിയെ സഹായിക്കുക. ആ പെർഫെക്ഷൻ വഴി കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ പ്രശ്നങ്ങളെയും കൃത്യമായി സോൾവ് ചെയ്യാനുള്ള സ്കില്ല്, അടിസ്ഥാനപരമായി ജീവിത വിജയത്തിന് കുട്ടിയെ പ്രാപ്തനാക്കുക എന്നതാണ് സ്മാർട്ട് ഇന്ത്യയുടെയും മൈക്രോ ലൈഫിൻ്റെയും സംയുക്ത സംരംഭത്തിൻ്റെ ലക്ഷ്യം. കാലത്തെ പ്രവചിക്കുക മാത്രമല്ല, കാലത്തിനൊപ്പം നടക്കുക കൂടി ചെയ്യുകയാണ് ഭാരത് സേവക് സമാജ്. വിദ്യാഭ്യാസ രംഗത്തെ പുതിയ ചലനങ്ങളെ പുത്തൻ ഭാവത്തിൽ പകർന്നു നൽകുന്ന സ്മാർട്ട് ഇന്ത്യ ഓൺലൈൻ പദ്ധതിക്ക് അനന്ത സാധ്യതകളാണുള്ളത്. അത് തിരിച്ചറിയുകയും കഴിയുന്നത്ര വേഗം പ്രയോജനപ്പെടുത്തുകയുമാണ് ഓരോ രക്ഷിതാവും ചെയ്യേണ്ടത്. അത് ഒരു ജാഗ്രത കൂടിയാണ്. ഭാരതഭൂമി ഭാരതഭൂമി നെഞ്ചിൽ ഉയരും തുടിതാളം. ഭാരതമണ്ണിൽ പിറന്നു വീണതിലെന്നും ഞങ്ങൾക്കഭിമാനം. ഭാരതഭൂമി ഭാരതഭൂമി നെഞ്ചിൽ ഉയരും തുടിതാളം. ഭാരതമണ്ണിൽ പിറന്നു വീണതിലെന്നും ഞങ്ങൾക്കഭിമാനം.